നമസ്തേ, വെൽക്കം ബാക്ക് യൂസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻ ട്രേഡർ. ഇന്നത്തെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും മൊമെന്റ് ആണ് കാണിക്കുന്നത്. നല്ലൊരു ട്രേഡ് മോർണിംഗിൽ തന്നെ ബൈ ട്രേഡ് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് കിട്ടിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലാണ് ഹ്യൂജ് ഹൈക്ക് തന്നെ മാർക്കറ്റിൽ പോയിട്ടുണ്ട്. പക്ഷേ സെല്ല് അടിച്ചിറങ്ങിയിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് 1 മണി കഴിഞ്ഞ് വന്ന സെല്ല് മാർക്കറ്റിൽ ഇറങ്ങിയില്ല. പക്ഷേ നിഫ്റ്റിയിൽ വലിയൊരു ബൈ ട്രേഡ്, അതായത് ബൈ ട്രേഡ് ഉണ്ടായിരുന്നെങ്കിലും ബാങ്ക് നിഫ്റ്റിയുടെ അത്രയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ സെൽ ട്രേഡ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. 1 മണിക്ക് ശേഷം നല്ലൊരു ഡൗൺ ട്രേഡ് നമുക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. നമുക്ക് സിഗ്നൽസ് തരുമ്പോൾ, അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് സിഗ്നൽസ് തരുമ്പോൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. കൺഫർമേഷൻ ചെക്ക് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു സെൽ സിഗ്നൽ നമുക്ക് തന്നിട്ടുണ്ട് സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് സെൽ സിഗ്നലാണ് ഈ കൊടുത്തിരിക്കുന്ന മെയിലിൽ. അതിൻ്റെ ടൈമിങ്ങും എൻട്രി പോയിന്റും ടാർഗറ്റും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൺഫേം അല്ല, കാരണം ഇവിടെ ക്യാൻഡിലിൻ്റെ കളർ റെഡ് ഇല്ല, താഴെ റെഡ് ഇല്ല, സെൽ സോണും ഇല്ല. അപ്പോൾ അത് കാരണം നമുക്ക് അവിടെ ഒരു ട്രേഡ് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ നിഫ്റ്റിയുടെ പൊസിഷൻ നോക്കിയാൽ നിഫ്റ്റിക്ക് അവിടെ ഒരു സെൽ ട്രേഡ് വന്നിട്ടുണ്ട്. അവിടെ ഒരു 1 മണി കഴിഞ്ഞ ശേഷമാണ് നമുക്ക് സെല്ല് വന്നത്. അതിൻ്റെ എൻട്രി പോയിന്റും ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കൺഫേം ആയത് കാരണം സെല്ല് വന്ന സമയത്ത് താഴെ അവിടെ റെഡ് വന്നത് കൺഫേം ആയതും സപ്പോർട്ട് അടിച്ച് ഇറങ്ങിയതും നമുക്ക് പ്രോഫിറ്റ് അണ്ട് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് കുറച്ച് കയറി പിന്നെയും ഇറങ്ങാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇവിടെ സപ്പോർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഒരു ഡൗൺ ട്രേഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റി അവിടെ ഒരു കൺഫർമേഷൻ തരുന്നില്ല ഇതുവരെ. കാരണം ബാങ്ക് നിഫ്റ്റി അവിടെ ഒരു സെൽ ട്രേഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു സെൽ സിഗ്നൽ കൺഫേം ആയിട്ടില്ല. കാരണം റെഡ് ക്യാൻഡിൽ റെഡ് ഇവിടെയും താഴെ റെഡ് വന്നിട്ടില്ല. ഇപ്പോഴൊരു ബൈ സൈഡിലേക്ക് തന്നെയാണ് അത് കാണിക്കുന്നത്. അതായത് നമുക്കൊരു ട്രേഡ് എടുക്കാൻ അവിടെ പറ്റില്ല എന്ന് തന്നെയാണ് സോഫ്റ്റ്വെയർ പറയുന്നത്. പക്ഷേ നമുക്കിവിടെ ഒരു ഡൗൺ പൊസിഷൻ, ഇവിടെ ഒരു ചെറിയ ഡൗൺ ഇറങ്ങി നമുക്ക് 1 മിനിറ്റിൽ സ്കാൽപ്പിംഗ് പോർഷനിൽ 1 മിനിറ്റ് ട്രേഡിൽ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അവിടെ കൺഫേം ശേഷം സപ്പോർട്ട് അടിച്ച് കുറച്ച് താട്ടിറങ്ങി പിന്നെ തിരിച്ചു കയറി. അപ്പോൾ നമുക്കിവിടെ ഒരു ചെറിയ എൻട്രി, അതായത് ഒരു വളരെ ചെറിയ പോർഷൻ, അതായത് ചെറിയൊരു 20-30 പോയിന്റ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്ത് ലോട്ട് കൂട്ടി എക്സിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇപ്പോൾ 1 മിനിറ്റിൽ ഒരുപാട് സിഗ്നൽസ് ഫോം ആകും, എൻട്രി എക്സിറ്റ് ഒക്കെ കാണിച്ചു തരാം. അപ്പം സിഗ്നൽസ് കൺഫേം ആയ ശേഷം സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക. അങ്ങനത്തെ സിഗ്നൽസ് നമുക്ക് ആക്ച്വലി ഒരുപാട് റിവേഴ്സ് പോകുന്ന ഒഴിവായി കിട്ടും. ഓക്കെ, ഇപ്പം മാർക്കറ്റ് ഇവിടെ ഒരു ബൈ ട്രേഡ് വന്നതിന് ശേഷം തിരിച്ചിറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു ഡൗൺ സിഗ്നൽ തന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് എടുത്ത് അവിടെ നിന്ന് പിന്നെയും താഴ്ത്തിറങ്ങും. ഓക്കെ, അപ്പോൾ ഒരു സിഗ്നൽസ് വരാൻ ഇവിടെ വെയിറ്റ് ചെയ്യുക. കൺഫർമേഷൻ ഉണ്ട്, സപ്പോർട്ട് എടുത്താൽ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങും. ഓക്കെ, അപ്പോൾ സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. എങ്ങനെ യൂസ് ചെയ്യാം, സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ലൈവിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ലൈവിൽ മാർക്കറ്റിൽ ഡെമോയ്ക്ക് വേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു സെൽ ട്രേഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. മാർക്കറ്റിൽ നമുക്ക് ആക്ച്വലി മോർണിംഗിൽ ബാങ്ക് നിഫ്റ്റിയിൽ സിഗ്നൽസ് നല്ല രീതിയിൽ ബ്രേക്കൗട്ട് പോയി, അതായത് കൺഫേം ആയ ശേഷം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ ഹൈക്ക് പോയ മാർക്കറ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും മാർക്കറ്റ് അടിച്ചു കയറുകയാണ്. അപ്പോൾ നല്ലൊരു റിട്ടേൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ നമുക്ക് നിഫ്റ്റിയിലും അതേപോലെ തന്നെ സിഗ്നൽസ് കൺഫേം ആയ ശേഷം ബ്രേക്കൗട്ട് പോയിട്ടുണ്ട്. ചെറിയ രീതിയിൽ മാർക്കറ്റ് നമുക്ക് ബൈ ട്രേഡ് കയറിയിട്ടുണ്ട്. എന്നാൽ ബാങ്ക് നിഫ്റ്റിയുടെ അത്രയും അങ്ങോട്ട് ഹൈക്ക് പോയി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഏത് മാർക്കറ്റിലും നമുക്ക് ഈ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലൈവ് മാർക്കറ്റിന് ഡെമോൺസ്ട്രേഷൻ, അതായത് എങ്ങനെ സോഫ്റ്റ് വർക്ക് ചെയ്യുന്നു ലൈവ് കാണാൻ താല്പര്യമാണ് കോൺടാക്ട് ചെയ്തത്. ഓക്കെ.